സർ, ശിവഗിരി ശാരദാമഠത്തിൽ രാഹുൽ ഗാന്ധി എത്തി. സ്വാമിമാർ അദ്ദേഹത്തെ സ്വീകരിച്ചു. സർ, കോൺഗ്രസ് പാർട്ടിക്ക് ചെറിയൊരു പിഴവ് പറ്റിയോ? ഈ SNDP കമ്മ്യൂണിറ്റിയെ കൂടെ നിർത്തുന്നതിൽ അവർ പിറകിലേക്ക് പോയി എന്ന ഒരു ബുദ്ധി അവർക്ക് ഇപ്പോഴാണോ തെളിയുന്നത്? അല്ലെങ്കിൽ SNDP കമ്മ്യൂണിറ്റി വയലാർ രവിയുടെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു കോൺഗ്രസ്സിൽ, എങ്ങനെ ഒരു സ്ട്രോങ് ആയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു? സർ, ഇപ്പോൾ ബാബു കൂടെ തൃപ്പൂണിത്തുറയിൽ നിന്ന് ബാബു പോകുന്നു. ഒരു ലിജു മാത്രമാണ് SNDP കമ്മ്യൂണിറ്റിക്ക് ഇപ്പോൾ പറയാനുള്ളത്. ഞാൻ SNDP കമ്മ്യൂണിറ്റിയെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ എൻ്റെ മറ്റൊരു അതുകൂടെ നമുക്ക് എല്ലാം ചോദിക്കാനുണ്ട്. സർ, രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ വരവും സതീശൻ്റെ യാത്രയും സർ കോൺഗ്രസ്സിന് ഗോളായി മാറാൻ കഴിയും? അങ്ങനൊന്നും ഗോളടിക്കാൻ പറ്റത്തില്ല. പിന്നെ അയ്യബാസ് പറഞ്ഞാൽ എനിക്കൊരു വിരുദ്ധാഭിപ്രായം എന്ന് പറയുന്നത്, ഈ ലിജുവിനെ ഞാൻ ഒരു SNDP നേതാവായിട്ടല്ല കാണുന്നത്. മറിച്ച് നമ്മളുടെ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന അത്യാവശ്യം പഠിക്കുകയും നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും സംസാരിക്കുകയും ജാതിക്കും മതത്തിനുമൊക്കെ പുറമേ ചിന്തിക്കുന്ന ഒരു നല്ല ഒരു നേതാവായിട്ടാണ് ഞാൻ ലിജുവിനെ കാണുന്നത്. കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ലിജുവിനെ ഒരു SNDP കള്ളിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മളുടെ കാഴ്ചയുടെ ഒരു പ്രശ്നം കൂടിയാണ്. പിന്നെ മറ്റൊന്ന്, ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കാഴ്ചയെ ഇല്ലെന്നാണ് സാർ പറയുന്നത്. കോൺഗ്രസിന് അങ്ങനെ ഒരു SNDP ഒരു കാഴ്ചയെ ഇല്ലെന്നാണ് സാർ പറയുന്നത്. അല്ല, അതൊരു സ്വാഭാവികമായ ഒരു പരിണാമമാണ് അതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. അതിനകത്ത് ഒരുപാട് ഘടകങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. സാമൂഹികപരമായ ഘടകങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ള സംഗതികൾ ചർച്ച ചെയ്യേണ്ടി വരും. ഈ സമുദായം ഇതിനകത്ത് നിന്നേക്ക് പോയിട്ടുണ്ടോ? ഇതൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ BJP വളർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും 20% BJP വോട്ട് നേടാവുന്നൊരവസ്ഥ കേരളത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിലേക്ക് വന്നിരിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ നിലവിലുള്ള BJPയുടെ നല്ലൊരു ശതമാനം ആൾക്കാരും കോൺഗ്രസിൽ നിന്ന ആൾക്കാരാണ്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടാണ് CPMൻ്റെ അകത്തുനിന്ന് അടിയിലൂടെ, ഈ അടിയൊഴുക്കോടുകൂടി മാറിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നല്ലൊരു ശതമാനം ഈ ഈഴവ സമുദായക്കാരാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഈഴവ സമുദായക്കാർ BJPയിലേക്ക് കയറുന്നതിൽ അവർ നല്ലൊരു ശതമാനമായിട്ടുണ്ട് സ്ഥാനം. പിന്നെ BDJS-ആരുടെ നിൽക്കുന്നത് SNDP-കാരുടെ, അത് BJPയുടെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ഈഴവ സമുദായത്തിൻ്റെ ഒരു നല്ല സ്വാധീനം അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ആൾക്കാർ BJPയുടെ ഭാഗത്തേക്ക് നീങ്ങുന്നു എന്നുള്ളത് നമുക്ക് ഒരു പൊതുവിൽ നോക്കിയാൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മറ്റൊന്ന്, ഈ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇവിടെ വന്ന് ശിവഗിരി പോയി. അവിടെ പോയി ഗുരുവിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഗുരുവിൻ്റെ കുറിച്ച് സംസാരിക്കുന്ന എളുപ്പമാണ്, പക്ഷേ കാര്യങ്ങൾ നടപ്പിലാക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ പോയിട്ട് സ്വാമിമാരോട് സംസാരിക്കുന്നു. സ്വാമിമാർ, ശിവഗിരി സ്വാമിമാർ, അവിടെയാണെന്ന് മനസ്സിലാക്കേണ്ടത്. ശിവഗിരി സ്വാമിമാർ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നു, സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ ഈഴവ സമുദായത്തിന് പ്രാതിനിധ്യം കൊടുക്കണമെന്ന്. ശിവഗിരി സ്വാമിയാർക്കായിട്ട് അവിടുത്തെ സ്വാമിയായിട്ട് ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ തുടർച്ചയായിട്ട് ഇരിക്കാനുള്ള യോഗ്യതയുണ്ടോ? ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. ശ്രീനാരായണ ഗുരുവിനെ ഇതിൽ കൂടുതൽ അപമാനിക്കാനുണ്ടോ? കാരണം ശിവഗിരിയിലെ മഠാധിപതി രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഞങ്ങളുടെ സമുദായക്കാരെയും കൂടെ ഒന്ന് പരിഗണിക്കണം. വെള്ളാപ്പള്ളിക്ക് പഠിക്കുകയാണോ അതോ ഇനി വെള്ളാപ്പള്ളിക്ക് ഉള്ളൊരു സർവകലാശാലയായി മാറുകയാണോ എന്നുള്ളതാണ് സംശയിക്കേണ്ടത്. ആര്? ഈ ശിവഗിരി സ്വാമിമാർ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ശ്രീനാരായണ ഗുരുവും ശിവഗിരി മഠവും തമ്മിലുള്ള ബന്ധം എന്ത്? ശ്രീനാരായണ ഗുരു എവിടെ നിൽക്കുന്നു? അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ എവിടെ നിൽക്കുന്നു? അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങൾ എവിടെ നിൽക്കുന്നു? ശിവഗിരി എങ്ങനെ നിൽക്കുന്നു? ആ തുടർച്ച എങ്ങനെ പോകുന്നു? ഇതൊക്കെ നമ്മുടെ സാമൂഹികമായിട്ട് പറയുമ്പോഴേ സാർ, KC വേണുഗോപാൽ C കേശവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. SNDPയുടെ സംഭാവനയാണ് C കേശവൻ എന്നൊക്കെ അദ്ദേഹത്തിന്റെ സംസാരം മധ്യേ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചരിത്രത്തിൽ ഒരുപാട് നല്ല ചരിത്രങ്ങളുണ്ടല്ലോ. ഇപ്പോൾ C കേശവനെ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം വലിയൊരു നേതാവായിരുന്നു. മക്കൾ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് C കേശവനും K ബാലകൃഷ്ണനും അച്ഛനും മകനുമായിരുന്നു. പക്ഷെ മുഖ്യമന്ത്രിയായിരുന്ന അച്ഛൻ പങ്കെടുക്കുന്ന മീറ്റിംഗിൽ വന്നിരുന്ന് മകനായ ബാലകൃഷ്ണൻ പ്രതിഷേധം നടത്തുകയും കൂകി വിളിക്കുകയൊക്കെ ചെയ്യുന്ന ചരിത്രം കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? അതിനുശേഷം സ്വന്തം അച്ഛൻ പിന്നെ ആത്മകഥ അദ്ദേഹം C കേശവൻ എഴുതിയപ്പോൾ അതിന്റെ ആമുഖം എഴുതാനായിട്ട് സ്വന്തം മകനായ K ബാലകൃഷ്ണനെയാണ് ഏൽപ്പിക്കുന്നത്. ആ ദൗത്യം ഏറ്റെടുക്കുമ്പം ബാലകൃഷ്ണന്റെ കൈകൾ വിറച്ച വിറയലിനെ കുറിച്ച് ബാലകൃഷ്ണൻ എഴുതിയിട്ടുണ്ട്. അത് അവിസ്മരണീയമാണ്. അതോടൊപ്പം തന്നെ ബാലകൃഷ്ണനും അച്ഛനും മകനും കൂടെ ഒരേ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നു. അവസാനം ബാലകൃഷ്ണൻ പറയുന്നുണ്ട്, പിന്നീടാണ് ആലോചിച്ചത്, ആ ഇന്ദിരാ മന്ദിരത്തിൽ, അതായത് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഇദ്ദേഹത്തിന്റെ അമ്മയുണ്ട്, ആ അമ്മ ആരുടെ പക്ഷത്തായിരിക്കും നിന്നിട്ടുണ്ടാവുക, അത് ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ നമ്മുടെ ചരിത്രം, ഇതൊക്കെ ഗ്ലോറിയസ് ചരിത്രങ്ങളാണ്. അതിനകത്ത് മക്കൾ രാഷ്ട്രീയം വരുന്നില്ല.
മക്കൾ രാഷ്ട്രീയം വരുന്നില്ല, വരുന്നില്ല, അദ്ദേഹം എതിർത്തു. മനസ്സിലായോ? അതെ, അതെ. അത് സി കേശവന്റെ മകനായതുകൊണ്ട് അല്ല കെ ബാലകൃഷ്ണൻ വരുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ എം കൃഷ്ണനാഥ് സാറിന്റെ ഭാഷയെ പറഞ്ഞാൽ കേരളം കണ്ടിട്ടുള്ള ഇത്രയും വലിയൊരു പ്രതിഭാശാലി കെ ബാലകൃഷ്ണനെ പോലെ കേരളം കണ്ടിട്ടില്ലെന്നാണ്. തീർച്ചയായിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ പക്ഷെ ഇന്ന് നമ്മുടെ മക്കൾ രാഷ്ട്രീയം എന്താണ്? അച്ഛന്റെ കെയർ ഓഫിൽ കയറി മക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. രാഹുൽ ഗാന്ധി എന്താണ്? അത് തന്നെയല്ലേ കുടുംബം. പ്രിയങ്ക ഗാന്ധി അത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു ജീർണതയുടെ പശ്ചാത്തലത്തിൽ നിന്ന്, അതേപോലെ തന്നെ ഇപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ തത്വവും ശിവഗിരി മഠവും തമ്മിലുള്ള അതെ അല്ല, അത് ശരിയാണ്. കാരണം സി കേശവനെയൊക്കെ സംഭവിച്ചു, അങ്ങനെയുള്ള പ്രതിഭാശാലികളെ സമ്മാനിച്ച ഒരു സംഘടനയാണത്. കുമാരനാശാൻ ഇരുന്ന ഒരു സംഘടനയാണ്, അദ്ദേഹം ആ സീറ്റിൽ ഇരുന്നതാണ്. അപ്പൊ അതെ, ശരിയാണ്. കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വേരുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിന്റെ സംസ്കൃതിയുമായിട്ട് ചേർന്ന് നടക്കുന്ന വേരുകളാണ്. അത് ഗാന്ധിജി സൃഷ്ടിച്ചെടുത്ത വേരുകളാണ്. അത് ഇപ്പോഴും അത് പൂർണ്ണമായിട്ടും അറ്റുപോയിട്ടില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും നല്ല ഇത്തിരി വെള്ളം വീണ് കഴിഞ്ഞാൽ അത് പൊന്തി വരാനുള്ള കാരണം അതാണ്. അതായത് ഗാന്ധിജി വിരിച്ച ആ ഒരു അടിത്തറയുണ്ടല്ലോ, അത് ഇവർക്ക് പൂർണ്ണമായിട്ട് പൊട്ടിച്ചളയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ രാഹുൽ ഗാന്ധി, സോണിയ ഗാന്ധി, അതല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യൻ നമ്മളെ അറിയാത്ത അബോധ മനസ്സിൽ നിന്ന് തന്നെ നമ്മളൊരു പാരമ്പര്യത്തിലേക്കും ചരിത്രത്തിലേക്കും നമ്മൾ അറിയാതെ വീഴുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു പശ്ചാത്തലം നമ്മൾ കാണാതിരിക്കരുത്. പക്ഷെ ഇന്ന് നമ്മൾ കാണുമ്പോൾ ഈ മൊത്തത്തിലുള്ള ജീർണതയും കാണണം. ശിവഗിരിയിലെ ശ്രീനാരായണ ഗുരു തുടർച്ചയായിട്ടുള്ള വഹിക്കുന്ന ഒരു മഠാധിപതി പറയുകയാണ്, രാഹുൽ ഗാന്ധിക്ക് പ്രമേയം കൊടുക്കുന്നു, ഞങ്ങൾ ഈഴവരെയും കൂടെ പരിഗണിക്കണം. ഗതികേടല്ല, ജീർണതയാണ്. ആ ജീർണത നമ്മൾ കാണാതിരിക്കരുത്. അത് സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള SNDPയുടെ അവസ്ഥ അതാണ്. അപ്പൊ സി കേശവനെ സംഭാവന ചെയ്ത ഒരു സംഘടന ഇപ്പോ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ സംഘടന ശിവഗിരി മഠാധിപതി പറയുന്നത് പോലെ ആരെയെങ്കിലും സംഭാവന ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സംഭാവന ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനെ ഒരു സാമൂഹികമായിട്ടുള്ള കാഴ്ചപ്പാടി കാണേണ്ടത്. പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ ശിവഗിരി പോക്കും, അതേപോലെ ശ്രീനാരായണനെ കുറിച്ചിട്ടുള്ള വലിയ വായിലെ പറച്ചിലുകളും ഒക്കെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് അത് പാരയായി മാറും. കാരണം ഇതുവരെ ശ്രദ്ധയിലില്ലാതിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പം ശ്രദ്ധയിലേക്ക് വന്നു. കോൺഗ്രസിനകത്തുള്ള ഈഴവരുടെ അറ്റൻഡൻസ് എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഓർമ്മപ്പെടുത്തലായി. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത ദിവസം വരെ ഞാനിതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. നമ്മൾ നമ്മളിതൊക്കെ വീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കോൺഗ്രസിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വലിയൊരു കണക്കെടുപ്പിന് നമ്മൾ സ്വാഭാവികമായിട്ട് പോയിരുന്നില്ല. സഭയിലാകെ ഒരു ബാബു മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അതെ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇനിയിപ്പോ ആൾക്കാർ കണക്കെടുക്കാൻ അവസ്ഥയായി. അപ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നു ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു. അപ്പം BJPയും LDFും അവർ BDJS അവരുടെ കൂടെയാണ്, BJPയുടെ കൂടെയാണ്, NDAയുടെ കൂടെയാണ്. അതേപോലെ CPM ഒരു സംശയം വേണ്ട, ഭൂരിഭാഗവും ഈഴവ സമുദായത്തിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഇവിടെ ഈ മൂന്ന് മുന്നണികളിടയ്ക്ക് ഈ ഒരു വിഷയം നന്നായിട്ട് പൊന്തിച്ചു കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് ഗോളല്ല സെൽഫ് ഗോളായിട്ട് ഇത് മാറും. ഈ ശിവഗിരി പോക്കും ഈ ശ്രീനാരായണ ഗുരു സ്മൃതിയും ഇങ്ങനെയുള്ള സംഗതികളെല്ലാം കൂടെ ഗോളിന് പകരം രാഹുൽ ഗാന്ധിയുടെ വരവെല്ലാം കൂടെ സെൽഫ് ഗോളായിട്ട് മാറുകയും അവർക്ക് നികത്താൻ കഴിയില്ലേ? അവർക്ക് അത്രയ്ക്ക് ആളില്ല എന്ന് തന്നെ പറയേണ്ടി വരുമോ? ഏതാണ് കോൺഗ്രസിനെ ഒരു SNDP കമ്മ്യൂണിറ്റിയിൽ? അതെനിക്ക് തോന്നുന്നത് SNDP കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു പക്ഷേ കോൺഗ്രസിന്റെ ഒരു പഴയ ചരിത്രത്തിന്റെ തുടർച്ചയുടെ ഭാഗം കൂടിയായിരിക്കും അങ്ങനെ വന്നത്. ഇപ്പൊ വയലാർ രവിയും VM സുധീരനും C കേശവനും അതല്ലെങ്കിൽ KK വിശ്വനാഥനും ഒന്നും ഈഴവ കെയർ ഓഫിൽ വന്ന ആൾക്കാരല്ല. ഒരിക്കലും അല്ല. അവരൊക്കെ ഈ പറഞ്ഞ പോലെ യുവജന പ്രസ്ഥാനത്തിൽ വളരെ വിശാലമായ അർത്ഥത്തിൽ കയറി വന്ന പ്രഗത്ഭരായ നേതാക്കന്മാരായിരുന്നു. അപ്പൊ അവരൊന്നും ഈഴവ കെയർ ഓഫിൽ വന്ന ആൾക്കാരല്ല. അപ്പൊ ആ ഒരു കൾച്ചറിന്റെ ഒരു തുടർച്ച സ്വാഭാവികമായിട്ടും ഈ പൈതൃകം പൂർണ്ണമായിട്ട് വിട്ടുകളയാൻ പറ്റത്തില്ലല്ലോ. അതിന്റെ ഒരു പരിണിതി കൂടി ആയിരിക്കണം ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. പക്ഷെ ഇനിയിപ്പോൾ സ്ഥിതി മാറും. കോൺഗ്രസ് കേരളത്തിലെ ഈഴവരെ മുഴുവൻ അവഗണിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, കേരളത്തിലെ എത്ര ശതമാനമാണ് കേരളത്തിലെ 28% പിന്നെ പ്രാതിനിധ്യമുള്ള കേരളത്തിലെ ജനസംഖ്യയിൽ 28% ഉള്ളവരിലെ ഒരു പ്രതിനിധി പോലും ഇല്ലാത്ത സഭ കോൺഗ്രസിന്റെ സഭ എന്ന് പറയുമ്പോൾ അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പൊ ഈ ഗോൾ അടിക്കാൻ തീരുമാനിച്ചത് ഇപ്പൊ സെൽഫ് ഗോളായിട്ട് മാറും എന്നുള്ളതാണ്.
അവിടെയാണ് ഈ കോൺഗ്രസിന് പറ്റുന്ന അപകടങ്ങൾ. അതായത് ഒരു 2 സ്റ്റെപ്പ് മുമ്പോട്ട് കണ്ടിട്ട് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്, അത് കണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ച് സർഗാത്മകത പ്രവർത്തിക്കണം നേതാക്കന്മാരിൽ. അതെങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുക? ഇവരുടെ എല്ലാം മനസ്സിനകത്ത് നിൽക്കുന്നത് എനിക്ക് അവനെ ഇടിച്ചിട്ട് എനിക്ക് മുഖ്യമന്ത്രിയാവണം. തീർച്ചയായിട്ടും കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി കളിക്കും, അല്ലാതെ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ, UDF ജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ. രമേശ് ചെന്നിത്തല ഊണിലും ഉറക്കത്തിലും കോൺഗ്രസിനെ ജയിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ അദ്ദേഹത്തിന്റെ ചിന്ത മുഴുവൻ ഇതിലാണ്, എനിക്ക് മുഖ്യമന്ത്രിയാവാൻ പറ്റൂല എന്നുള്ളതാണ് ഫോക്കസ് എന്ന് പറയുന്നത്. BD സതീശൻ സർ, അതിനൊരു മാറ്റം ചെറുതായിട്ടെങ്കിലും ഉണ്ടായെന്ന് നമുക്ക് ധരിച്ചു. BD സതീശൻ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവാണ്, ഉള്ളതിൽ ഭേദം അദ്ദേഹം തന്നെയാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു UDF ജയിപ്പിക്കണം എന്നുള്ള ഒരു ചിന്തയിൽ ഇപ്പൊ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് BD സതീശൻ മാത്രമേ ഉള്ളൂ. ജയിച്ചു കഴിഞ്ഞാൽ തനിക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ രണ്ടുപേരുടെ അത്രയും ആശങ്കയിൽ അദ്ദേഹമല്ല എന്നാണ് എനിക്ക് തോന്നുന്ന സാധനം. തീർച്ചയായിട്ടും മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്നത്. ഇത് മനസ്സിലാക്കിയിട്ടാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് ഈ പുതിയ യുഗ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പറഞ്ഞത്, നമ്മൾ നൃത്തം ചെയ്യുന്ന സമയത്ത് ഗ്രൂപ്പ് ഡാൻസിലേക്ക് ഒന്നുകൂടെ പറഞ്ഞു സർ, സോളോ ഡാൻസിനെക്കാളും നല്ലത് ഗ്രൂപ്പ് ഡാൻസ്. അപ്പോൾ സോളോയിൽ ആരാണ് സർ ഉദ്ദേശിക്കുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് ഡാൻസിന് ഈ പറഞ്ഞ വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. ഇപ്പം കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പ് ഡാൻസ് നടത്തിക്കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ളൊരു സംഗതി കൂടെ ഉണ്ട്. അപ്പം ഡാൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് സമൂഹ നൃത്തം നടത്തുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസും UDF എല്ലാം ഒന്നിച്ച് ഒരു സിങ്ക്രണൈസ്ഡ് ആയിട്ട് ഇതിൽ നൃത്തത്തിൽ ഏർപ്പെടുകയാണെന്നെങ്കിൽ കോൺഗ്രസിന് ജയിക്കാം എന്നുള്ളത് ഉറപ്പാണ്. ഏതാണ്ട് അങ്ങനെ ഒരു സാഹചര്യമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് സംഭവിക്കും എന്നെനിക്ക് സാർ ഇനിയൊരു മാറ്റം ഉണ്ടാകുമായിരിക്കും. വലിയ പ്രയാസം. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് എന്ന് പറഞ്ഞുകൂടെ? എന്നാലും കോൺഗ്രസ് ആയതുകൊണ്ട് അധികാരമില്ലാതെ ഇനി ലീഗിന് നിൽക്കാൻ, ഉദാഹരണത്തിന് ആറന്മുള, ഇപ്പൊ അബിൻ വർക്കി എന്ന് പറയുന്ന യുവ നേതാവ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മണ്ഡലത്തിൽ വേണമെങ്കിലും കോൺഗ്രസിന് നിർത്താൻ പറ്റുന്ന ഒരു നല്ലൊരു നേതാവാണ്. അപ്പൊ അങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനം മെച്ചമാവുന്നത്. ഏത് പാർട്ടിയാണെങ്കിലും തീർച്ചയായിട്ടും നല്ല നേതാവ്. ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യത്തെ വരവ് കണ്ടപ്പോൾ നമുക്ക് ആദ്യം ഒരു സന്തോഷമായിരുന്നു. കാര്യം ഇങ്ങനെയുള്ള യുവാക്കളൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരണം. അത് ഏത് രാഷ്ട്രീയ പാർട്ടി, BJP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ. അപ്പൊ കാരണം ഇങ്ങനെയുള്ളവരിലൂടെയാണ് ജനാധിപത്യ സംവിധാനം കൈകാര്യം ചെയ്യപ്പെടുന്നത്. പിന്നെ തീർച്ചയായിട്ടും അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ അബിൻ വർക്കിയൊക്കെ ഇപ്പൊ നമ്മൾ അയാളുടെ പ്രസ്താവനകളും മറ്റുമൊക്കെ നോക്കുമ്പോൾ പല കാര്യങ്ങളിലും നമുക്ക് വിയോജിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പൂർണ്ണമായിട്ട് ഒരു പൂർണ്ണത ഉള്ള ആരെയും നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല, ശരിയുമല്ല. പക്ഷെ അബിൻ വർക്കി ആറന്മുള മത്സരിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പം ആറന്മുള മണ്ഡലത്തിൽ UDF ജയിക്കണോ വേണ്ടയോ എന്നുള്ളതിനേക്കാൾ ഏറ്റവും വലിയ വിഷയം ആ അബിൻ വർക്കി ആറന്മുളയിലേക്ക് വരണ്ട എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം സംഗതികളെ എങ്ങനെ കോൺഗ്രസിന് നേരിടാൻ പറ്റും എന്നുള്ളതാണ്. ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെങ്ങാനും ഈ പറഞ്ഞ പോലെ മടുപ്പിന്റെ പേരിൽ ജയിച്ച് വോട്ട് ചെയ്ത് അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് സതീശൻ പറഞ്ഞത് ഈ ഇത്രയും ജയം കിട്ടിയത് എങ്ങനെയാണെന്ന് ഞങ്ങൾ പഠിക്കുമെന്ന് പറഞ്ഞു. സാധാരണ എല്ലാവരും പറയുന്നത് തോറ്റു കഴിഞ്ഞാൽ തോക്കാനുള്ള കാരണം പഠിക്കുന്നുള്ളൂ. പക്ഷേ സതീശൻ പറഞ്ഞെന്താണ്, ഇങ്ങനെ ജയിക്കാനുള്ള കാരണം ഞങ്ങൾ പഠിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അത് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള അപശബ്ദങ്ങൾ ഒഴിവാക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ അതുപോലെ തന്നെ പ്രീണനത്തിലൂടെ ഒരു സമുദായത്തെ പ്രീണിപ്പിക്കുക അല്ലെങ്കിൽ ഒരു മതത്തെ പ്രീണിപ്പിക്കുക, അതിലൂടെയൊക്കെ ഈ കോൺഗ്രസ് ഈ പിന്നെ പിന്തുണ നേടാമെന്ന് വിചാരിക്കാൻ തെറ്റായ ധാരണയാണ്. കാരണം ഉദാഹരണത്തിന് നല്ല ഒറിജിനൽ കോപ്പി, ട്രൂ കോപ്പി, അതിൻ്റെ നല്ല വെടിപ്പുള്ള ഒരു പിന്നെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി, അതിനേക്കാൾ തീരെ വ്യക്തതയില്ലാത്തൊരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി, നിങ്ങൾ ഈ 3 എണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതായിരിക്കും സ്വീകരിക്കുക? വ്യക്തതയുള്ളത് എടുക്കുള്ളൂ. അതിനകത്ത് ട്രൂ കോപ്പിയിൽ എടുക്കത്തുള്ളൂ അല്ലേ? ഇവിടെ ഇപ്പൊ ട്രൂ കോപ്പിയായിട്ട് BJP ഉണ്ട്, ഹിന്ദു മതത്തിന്റെ സാധനം. പിന്നെ നല്ല കോപ്പിയായിട്ട് ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ CPM ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഈ വ്യക്തതയില്ലാത്ത ഒരു കാർഡിട്ട് കളിക്കാൻ ഒരു കോപ്പിയായിട്ട് ഇത് കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ സാധ്യത എത്രയാണെന്ന് നമുക്ക് ആലോചിച്ച് നോക്കിയില്ല സാർ. അത്രത്തോളം ഈ ഇത്രയും ആന്റി ഇൻകംബൻസി നിൽക്കുമ്പോഴും ഈ പറയുന്ന ന്യൂനപക്ഷ സമുദായത്തിന്റെ ഒക്കെ ഒരു സപ്പോർട്ട് നിൽക്കുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യമാണെന്ന് വ്യക്തമായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിന്റെയും UDF നേതൃത്വത്തിന്റെയും ധാരണയെ തിരുത്തിക്കൊണ്ടുള്ളതായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കൊടുത്ത ഫലം എന്ന് പറഞ്ഞാൽ. പക്ഷേ ആ അവസ്ഥയിൽ ജനങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നൊരു ആന്റി ഇൻകംബൻസി ദേഷ്യം ഉണ്ടായിരുന്നു. ആ ദേഷ്യത്തിന്റെ ഫസ്റ്റ് ബ്ലോ അവർ കൊടുത്തു. പക്ഷെ ആദ്യത്തെ ഇടിയുടെ ശക്തി എപ്പോഴും രണ്ടാമത്തെ ഇടിക്ക് ഉണ്ടാവില്ല. ആ രോഷം മുഴുവൻ ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനകത്ത്
പ്രകടിപ്പിച്ച് തീർത്തു. ഇപ്പോൾ രോഷമില്ലാത്തൊരവസ്ഥ, കൊടുക്കാനുള്ളൊരു അടി കൊടുത്തു. എന്തായാലും അവസാനത്തെ അടി കാര്യമായ ഒരു അടി കൊടുത്താലോ? അത് ആ രീതിയിലേക്കുള്ള ഒരു ഊർജം വരണ്ടേ? അവസാനത്തെ ഒരു പഞ്ച് ഇരിക്കട്ടെ, ഒരു 1.5 പഞ്ചെന്ന്. അതേ പറഞ്ഞ ജനം ഒരു പക്ഷേ അങ്ങനെ തയ്യാറായിരിക്കാം. പക്ഷേ അതിനനുസരിച്ചിട്ട് ഈ പിന്നെ കോൺഗ്രസ് പാർട്ടിക്ക് പല മണ്ഡലങ്ങളിലും ഒരു ബൂത്തിനെ പോലും സംഘടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. സാർ, അതിനി മാറിക്കൂടെ എന്നുണ്ടോ? അതൊക്കെ പ്രയാസമാണ്. പക്ഷേ എങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങൾ അത്യാവശ്യം തമ്മിൽ അല്പം മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ ഈ എങ്ങും പെടാത്ത വോട്ടില്ലേ, ആ വോട്ട് പോകാനുള്ള സാധ്യതയില്ല. അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ സാധാരണ ഒരു നോർമലായിട്ട് റീസണബിളായിട്ട് ചിന്തിക്കുന്ന ഒരു ചെറിയ ശതമാനം ആൾക്കാരുണ്ട്, 1 to 2% ആൾക്കാർ. അവർ ഈ പറഞ്ഞതുപോലെ ഒരു മാനുഷികമായ വികാരങ്ങളും ഒരു മാന്യതകളും അതേപോലെ തന്നെ നീതിയുക്തമാണോ എന്നൊക്കെ നോക്കിയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ വോട്ടാണ് എപ്പോഴും ഈ തെരഞ്ഞെടുപ്പുകളെ നിർണ്ണയിക്കുന്നത്. അതിപ്പോൾ ഓരോ മണ്ഡലത്തിലേക്ക് നോക്കിയാൽ ആ ഭൂരിപക്ഷത്തിൻ്റെ ചെറിയ ഭൂരിപക്ഷം വലിയ ഭൂരിപക്ഷമൊക്കെ കാണുന്നില്ലേ, അത് ഈ വോട്ടുകളാണ്. അപ്പോൾ ആ വോട്ടുകൾ ഇപ്പോഴും കോൺഗ്രസിനും UDF-നും അനുകൂലമായിട്ടുണ്ട്. പക്ഷേ ഈ തമ്മിലടിയും ബഹളവും അങ്ങോട്ടും ഇങ്ങോട്ടും തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയാണോ പ്രധാനം, അതോ മുഖ്യമന്ത്രി ആരാണോ എന്ന് തീരുമാനിക്കുകയാണോ തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയം എന്നുള്ളത് വരുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് ഉള്ള വിശ്വാസം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ കോൺഗ്രസ്സിന് ഈ പറഞ്ഞതുപോലെ സാധ്യതയുണ്ട്, വളരെയധികം സാധ്യതയാണ്. അതിനകത്ത് നിസ്സംശയം അവർക്ക് അവരുടെ തെളിവുകൾ അവരുടെ മുമ്പിലുണ്ട്, ജനങ്ങളും തയ്യാറാണ്. പക്ഷേ ഇത് അവരുടെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്നൊരു ചിന്ത ജനങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ രംഗങ്ങൾ മാറും. മാത്രവുമല്ല LDF അതിശക്തമായ രീതിയിൽ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിക്കഴിയുകയും ശബരിമല വിഷയം വീണ്ടും ഒന്നുകൂടെ പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അതുമെല്ലാം UDF-ന് അനുകൂലമായിട്ട് വരും. ഈ ദിവസങ്ങളിൽ, ഈ മാസം കഴിയുന്നതിനിടയിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോഴേക്കും ശബരിമല വിഷയം ഒന്നുകൂടെ, കൊടിമരത്തിന്റെ വിഷയം പൊങ്ങി വരാൻ സാധ്യത. അത് പറയാൻ പറ്റില്ല. ശബരിമല വിഷയം രണ്ടായാലും ഈ തെരഞ്ഞെടുപ്പിനെ നിർണായകമായിട്ട് സ്വാധീനിക്കാൻ പോകുന്നു. ഒരിക്കൽ കൂടി അത് വന്നാൽ അത് കോൺഗ്രസിനെ ബാധിക്കുമോ അതേ CPM-നെ ബാധിക്കുമോ? ഇപ്പം ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാരെ ഒന്ന് അറസ്റ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെയാണ് പറഞ്ഞത് ഈ 1 to 2% നിഷ്പക്ഷരായ വോട്ടർമാരാണ് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി. അതായത് 1 to 2%. അപ്പോൾ അവർ തീരുമാനിക്കും ഇത് കാണിച്ച വൃത്തികളാണെന്ന് പറയും. അപ്പോൾ എപ്പോഴും ഈ പറഞ്ഞ 1 to 2% വരുന്ന ആൾക്കാർ വൃത്തികേടുകളെ അംഗീകരിക്കുന്ന ജനങ്ങളല്ല. ശരിയാ, മനസ്സിലായില്ലേ? അപ്പോൾ അവിടെയാണ് ഒരു സൂക്ഷിക്കേണ്ടത്. എത്രമാത്രം വിജയിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ തിരിച്ചടിച്ച് നിൽക്കും.